ഇറ്റലിയിലെ വെനീസിലൂടെ നടക്കുമ്പോൾ ആ അത്ഭുതകരമായ നഗരം എങ്ങനെ നിർമ്മിക്കപ്പെട്ടു എന്ന് നമ്മൾ ചിന്തിക്കും. അതിൻ്റെ വാസ്തുവിദ്യ താഴെയുള്ള ഇരുണ്ട വെള്ളത്തിൽ ഒളിച്ചിരിക്കുന്നു. അതിനെക്കുറിച്ച് മനസ്സിലാക്കണം. അടിത്തട്ടിലേക്ക് ആഴത്തിൽ തള്ളിയിരിക്കുന്ന ദശലക്ഷക്കണക്കിന് മരങ്ങളുടെ അടിത്തറയിലാണ് ആ നഗരം നിലകൊള്ളുന്നത്. ഉരുക്കോ കോൺക്രീറ്റോ ഉപയോഗിക്കുന്നതിന് പകരം അധിക താങ്ങിനായി ചില പ്രത്യേക മരങ്ങളുടെ കൂമ്പാരങ്ങൾ ഉപയോഗിച്ചാണ് നഗരത്തിൻ്റെ അടിത്തറ പണിതത്. പ്രധാനമായും ആൽഡർ മരമാണ് ഉപയോഗിച്ചത്. മരങ്ങൾ തീർച്ചയായും ഈ കാലത്തിനിടയിൽ അഴുകിയിരിക്കാമെന്ന് പലരും കരുതും. പക്ഷേ മരത്തിൽ അഴുകൽ സംഭവിക്കണമെങ്കിൽ വായുവിൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണം. ഈ കൂമ്പാരങ്ങൾ പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങിയതിനാൽ അവ അഴുകുന്നില്ല. ഓക്ക്, ആൽഡർ, പൈൻ എന്നിവ ഉപ്പ് വെള്ളത്തിൽ പോലും എത്ര കാലം വേണമെങ്കിലും നിലനിൽക്കാൻ തക്കവണ്ണം ഉറപ്പുള്ള മരങ്ങളാണ്. കാലക്രമേണ ഉപ്പുവെള്ളത്തിൽ മുങ്ങിയ ഈ മരത്തൂണുകൾ കല്ലായി മാറുകയോ കല്ല് പോലുള്ള സ്ഥിരതയിലേക്ക് കഠിനമാവുകയോ ചെയ്തു. കാലങ്ങൾ കഴിയുന്തോറും ഉറപ്പ് കൂടുകയല്ലാതെ ആ മരങ്ങൾ നശിക്കില്ല എന്നാണ് പറയപ്പെടുന്നത്. ഈ പുരാതന എഞ്ചിനീയറിംഗ് അത്ഭുതം 1500 വർഷമായി വെനീസിനെ താങ്ങി നിർത്തി നമ്മെ അത്ഭുതപ്പെടുത്തുന്നു. വെനീസിലെ സെയിൻറ്റ് മാർക്സ് ക്യാമ്പനയിൽ മാത്രം 1,00,000 മരക്കൂമ്പാരങ്ങളിൽ സ്ഥിതി ചെയ്യുന്നു. ഗ്രാൻഡ് ബസലിക്ക 1 ദശലക്ഷത്തിലധികം മരങ്ങളിൽ സ്ഥിതി ചെയ്യുന്നു. എന്തുകൊണ്ടാണ് വെനീസ് വെള്ളത്തിന് മുകളിൽ നിർമ്മിച്ചത്? 5-ാം നൂറ്റാണ്ടിൽ ബാർബേറിയൻ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ആളുകൾ പ്രധാന ഭൂപ്രദേശത്തുള്ള അവരുടെ വീടുകളിൽ നിന്ന് പലായനം ചെയ്തു. ചതുപ്പ് നിലമായ വെനീഷ്യൻ ലഗൂൺ ഒരു സ്വാഭാവികമായ അഭയകേന്ദ്രമായി അവർക്ക്. ആക്രമണകാരികൾക്ക് അവിടേക്ക് കടക്കാൻ പ്രയാസമായിരുന്നു. കാലക്രമേണ കൂടുതൽ അഭയാർത്ഥികൾ എത്തിയതോടെ അവർ വെള്ളത്തിൽ ഒരു പുതിയ നഗരം നിർമ്മിക്കാൻ തുടങ്ങി. അതിനെ ഇന്ന് നമ്മൾ അറിയപ്പെടുന്ന വെനീസിലേക്ക് നയിച്ചു. വെനീസ് അത്ഭുതകരമായ നഗരമാണ്. എല്ലാ കോണിലും കാണാൻ മനോഹരമായ കാഴ്ചകളുണ്ട്. എന്നാൽ എത്ര കാലം? നഗരത്തിന് ചില ദോഷങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നഗരം എത്ര കാലം അതിൻ്റെ മഹത്വത്തിൽ തുടരും? നഗരം എത്ര കാലം വെള്ളത്തിന് മുകളിൽ ഇങ്ങനെ പൊങ്ങി നിൽക്കും? വിമാനങ്ങളിലോ റോഡ് മാർഗമോ വരുന്ന വിനോദസഞ്ചാരികൾ നഗരത്തിനൊരു പ്രശ്നവും ഉണ്ടാക്കുന്നില്ല. എന്നാൽ നഗരത്തോടടുത്ത് വരുന്ന ക്രൂയിസ് കപ്പലുകൾ ഏൽപ്പിക്കുന്ന ആഘാതം ചെറുതല്ല. 1,00,000 ടൺ ഭാരമുള്ള ഈ ഭീമന്മാർ എത്തുമ്പോഴെല്ലാം നഗരത്തിൻ്റെ ഭാവിയെ തന്നെയാണ് പിടിച്ചു കുലുക്കുന്നത്. ഒരു ക്രൂയിസ് കപ്പൽ എത്തുമ്പോൾ അനുഭവപ്പെടുന്ന പ്രകമ്പനങ്ങളെക്കുറിച്ച് പലപ്പോഴും നഗരവാസികൾ പരാതിപ്പെടാറുണ്ട്. ഈ കൂറ്റൻ കപ്പലുകൾ കെട്ടിടങ്ങളുടെ അടിത്തറയെ കുലുക്കുന്നത് അവരുടെ ഭാവനയല്ല, അത് സാധാരണമായി സംഭവിക്കുന്നതാണ്. ഒരു തുറമുഖ പട്ടണത്തിൽ ഇത് പ്രശ്നമാകില്ല. പക്ഷേ വെനീസിൽ ഈ പ്രകമ്പനങ്ങൾ കെട്ടിടങ്ങളെ തകർക്കാൻ തുടങ്ങിയിരിക്കുന്നു. നിയന്ത്രിക്കാതെ വിട്ടാൽ ഈ കപ്പലുകൾക്ക് ദുർബലമായ വീടുകളെ പൂർണ്ണമായും പിഴുതെറിയാൻ കഴിയും. ഈ ക്രൂയിസ് ലൈനറുകൾ തടാകത്തിലൂടെ വരുമ്പോൾ അത് ചെളിയുടെ സ്വാഭാവിക ചലനത്തെ തടസ്സപ്പെടുത്തുകയും അതിനെ ആടി ഉലയ്ക്കുകയും ചെയ്യുന്നു. ഇത് മരക്കൂമ്പാരങ്ങൾ വേരോടെ പിഴുതെറിയാൻ തുടങ്ങുന്നു. അല്ലെങ്കിൽ മുമ്പ് മരത്തിൽ ഉണങ്ങിപ്പിടിച്ച ചെളിയും മറ്റും നീക്കം ചെയ്യപ്പെടുമ്പോൾ അവ കൂടുതൽ ആഴത്തിൽ താഴ്ത്തപ്പെടുകയും കെട്ടിടങ്ങൾ പതുക്കെ വെള്ളത്തിലേക്ക് മുങ്ങുകയും ചെയ്യുന്നു. മറ്റൊരു പ്രശ്നം കാലാവസ്ഥാ വ്യതിയാനമാണ്. കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഫലങ്ങൾ നിരവധിയാണ്. വെനീസ് നഗരത്തെ ഏറ്റവും ആശങ്കാകുലമാക്കുന്നത് സമുദ്രനിരപ്പ് ഉയരുന്നതാണ്. മറ്റൊരു കാര്യം താപവർദ്ധനവാണ്. ഒരു വസ്തു ചൂടാകുമ്പോൾ അതിൻ്റെ ആറ്റങ്ങൾ വൈബ്രേറ്റ് ചെയ്യാനും പരസ്പരം വേർപെടാനും തുടങ്ങുന്നു. ഇത് ആറ്റങ്ങൾ സ്വയം വേർപെടുത്താൻ കാരണമാകുന്നു. വാസ്തവത്തിൽ നഗരം നിർമ്മിച്ചതിന് ശേഷം ഏകദേശം 1.5 മീറ്റർ താഴ്ന്നു എന്നാണ് പറയപ്പെടുന്നത്. ഈ ഘടകങ്ങൾ കൊണ്ടെല്ലാം വെനീസ് പതിയെ വെള്ളത്തിൽ മുങ്ങാൻ കാരണമാകുന്നു എന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു.